ദേവികുളം DFO ഓഫീസിന് മുമ്പിൽ ദേവികുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അഭിഭാഷകർക്കെതിരെ പൊതുജനമധ്യത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നതായി ആരോപിച്ചായിരുന്നു ബാർ അസോസിയേഷന്റെ പ്രതിഷേധം. പ്രകടനമായി എത്തിയ അഭിഭാഷകരെ ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. ദേവികുളം RDO ഓഫീസിന് മുമ്പിൽ നിന്നും ആരംഭിച്ച അഭിഭാഷകരുടെ പ്രതിഷേധ പ്രകടനം DFO ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. കഴിഞ്ഞ മാസം വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകനെതിരെ കള്ള ആരോപണങ്ങൾ ഉയർത്തുകയും മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുകയാണെന്ന് അഭിഭാഷകർ ആരോപിച്ചു. പ്രതികൾക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് ഇൻട്രോഗേഷനായി കസ്റ്റഡിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിൽ കൊടുത്തപ്പോൾ നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച്, അവർക്കേറ്റ ക്രൂരമായ മർദ്ദനങ്ങളെ സംബന്ധിച്ച് മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദേവികുളം മജിസ്ട്രേറ്റ് നിയമാനുസൃതം മൊഴി രേഖപ്പെടുത്തി അവർക്കെതിരെ എടുത്ത കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അഭിഭാഷകനെതിരെയും ഇപ്രകാരം ദുഷ്ടലാക്കോടുകൂടി അഭിഭാഷകനും ഈ കേസിൽ പങ്കുണ്ട് എന്നുള്ള വ്യംഗ്യേന റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷകന് അന്വേഷണവുമായി സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമാനുസൃതമുള്ള നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇത് തികച്ചും നീതിക്ക് എതിരാണ്, നിയമത്തിനെതിരാണ്. അപ്രകാരമുള്ള നടപടികൾ അഭിഭാഷക സമൂഹത്തിന് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. അഭിഭാഷകർക്ക് സ്വതന്ത്രമായി അവരുടെ അഭിഭാഷക വൃത്തി നിർവഹിക്കുവാൻ സാധിക്കുകയില്ല. ഇത് അവരുടെ പ്രൊഫഷന് മേലുള്ള, അവരുടെ അഭിഭാഷക വൃത്തിക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമാണ്. ഇത് അനുവദിക്കത്തക്ക ഒരു സംഗതിയല്ല. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടർന്നാൽ പ്രതിഷേധം തുടരുമെന്ന് അഭിഭാഷകർ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ഡിസംബറിൽ മറയൂരിൽ ചന്ദനക്കടത്തുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിന് ശേഷമാണ് വനപാലകരും അഭിഭാഷകരും തമ്മിലുള്ള പോര് രൂപം കൊണ്ടത്.